പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ അച്ഛനോട് കാര്യങ്ങൾ സംസാരിച്ച ശേഷം റൂമിലേക്ക് കയറി പോവുകയാണ്. ശങ്കരനാരായണന് വേദയുടെ സംസാരത്തിൽ നിന്നും ചില സൂചനകൾ ലഭിക്കുകയാണ്. അതായത് ശ്രീകാന്ത് ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് എന്നൊരു തോന്നൽ വരുന്നുണ്ട്. അങ്ങനെ ശങ്കരനാരായണൻ ശ്രീകാന്തിനെ ചോദ്യം ചെയ്യുന്നു. ദീപ്തി ആണെങ്കിൽ അവരുടെ സംസാരം കേൾക്കുമ്പോൾ എന്താണ് അവർ സംസാരിക്കുന്നത് എന്നിങ്ങനെ കാതോർക്കാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരനാരായണൻ ഗൗരവത്തിൽ ശ്രീകാന്തിനോട് ചോദിക്കും, ശ്രീകാന്തേ, നീ ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തു കൂട്ടിയിട്ടുണ്ടോ? വേദയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന രീതിക്കോ അല്ലെങ്കിൽ വിക്രത്തിനോ വിക്രത്തിൻ്റെ വീട്ടുകാർക്കോ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും നീ ഞാൻ അറിയാതെ ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് മൗനം പാലിക്കുകയായിരിക്കും. ഒരു മറുപടിയും കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ അമ്മയാണെങ്കിലും നിന്നോടല്ലേ ചോദിക്കുന്നത്, നീ പറ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രീകാന്ത് വീണ്ടും മൗനം പാലിക്കുമ്പോൾ അച്ഛനൊന്നും കൂടി ഒച്ചത്തിൽ സംസാരിച്ച് പറയും, സത്യം പറയാനാണ് നിന്നോട് പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് ശ്രീകാന്ത് ദേഷ്യത്തിൽ പറയും, എല്ലാ മുത്തശ്ശൻ കാരണമാണ്. എല്ലാ മക്കൾക്കും ഒരേപോലെ സ്വത്ത് വീതിച്ചെങ്കിൽ എനിക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പത്മം വന്ന് പറയും, എടാ ശ്രീകാന്തേ, നീ സൂക്ഷിച്ച് സംസാരിക്കണം, എന്താണ് പറയുന്നതെന്ന് നിനക്ക് ബോധമുണ്ടോ എന്നിങ്ങനെ വേദയുടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്താണെങ്കിലും പറയും, അതെ, ഞാൻ ബോധത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് വേദയുടെ കുഞ്ഞ് ആരുടെ ആകണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇത് കേട്ട ഉടനെ തന്നെ ശങ്കരനാരായണന് ദേഷ്യം അടക്കാനാകാതെ ശ്രീകാന്തിൻ്റെ മുഖത്തിനിട്ട് അടി ഇങ്ങനെ വീശി കൊടുക്കുന്നുണ്ട്. ശേഷം ശങ്കരനാരായണൻ പറയും, ഓ, അതിനർത്ഥം നീ തെറ്റുകൾ വേദയോടും അവരുടെ വീട്ടുകാരോടും വിക്രത്തിനോടും വേണ്ടാത്തൊക്കെ നീ ഒരുപാട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് എന്നാണോ എന്നിങ്ങനെ എനിക്കപ്പോൾ എല്ലാം ഏകദേശം മനസ്സിലായി എന്നുള്ള രീതിക്ക് ഇങ്ങനെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് വീണ്ടും അഭിനയിച്ചിട്ട് പറയും, ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഭാവത്തിൽ പറയും. അപ്പോൾ ശ്രീകാന്ത് എന്നിട്ട് അത് ഒന്നും കൂടി അഭിനയം അത് ഉറപ്പാണ്, സത്യമാണ് എന്നുള്ള രീതിയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് അച്ഛനോടായിട്ട് പറയും, അച്ഛാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, സംശയം ഉണ്ടെങ്കിൽ വേദയോട് തന്നെ ചോദിക്കുക, നമുക്ക് വരൂ സംസാരിക്കുക എല്ലാവർക്കും കൂടെ എന്നിങ്ങനെ പറയും. അങ്ങനെ വേദയോട് സംസാരിക്കാനായിട്ട് ശങ്കരനാരായണനും അതുപോലെ തന്നെ വേദയുടെ അമ്മ ദീപ്തിയും കൂടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ വർഷം കൂടെ ചെല്ലുന്നുണ്ട്, അവരെന്താ സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീകാന്ത് അങ്ങനെ കഥകൾ ഇങ്ങനെ ഉറക്കം മുട്ടി വിളിക്കുകയാണ്, വേദയെ വാതിൽ തുറക്കടി, വേദയെ തുറക്കുക എന്ന് പറഞ്ഞിങ്ങനെ അലറി വിളിക്കും. ശ്രീകാന്തിന് വേദയോട് സംസാരിക്കാൻ പോവാൻ ഇത്രയും ധൈര്യം എന്താണെന്ന് വെച്ചാൽ വേദ സത്യങ്ങളൊന്നും ഇപ്പോൾ തുറന്ന് പറയില്ല എന്ന ഒരു ധൈര്യത്തിലായിരിക്കും. ശ്രീകാന്തിൻ്റെ നല്ല ഭയമുണ്ട് എന്നുള്ള രീതിക്കായിരിക്കും ശ്രീകാന്തിന് തോന്നുക. അതുകൊണ്ടായിരിക്കും വേദയോട് വലിയ കാര്യത്തിൽ സംസാരിക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ വേദയാണെങ്കിൽ ഇങ്ങനെ കഥകിനിങ്ങനെ മുട്ടി വിളിക്കുന്ന സമയത്ത് വിക്രത്തോട് പറയും, വിക്ര ആ സ്റ്റോർ റൂമിൽ ഇരിക്കുക എന്നിങ്ങനെ പറയും. അല്ല, എന്തിനാണിങ്ങനെ അവനിങ്ങനെ ഉറക്കിങ്ങനെ അലറി വിളിക്കേണ്ട ആവശ്യം, എനിക്ക് എന്താണെന്ന് അറിയണം എന്നിങ്ങനെ പറയുമ്പോൾ വേദ വീണ്ടും പറയും, വിക്ര അല്ലെങ്കിൽ ആ വാഷ്റൂമിൽ നിൽക്ക്, ഞാൻ എന്താണെന്ന് നോക്കട്ടെ, ചിലപ്പോൾ അച്ഛനിങ്ങനെ എന്തെങ്കിലും ആ കാര്യം ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ എന്തായാലും ഈ കാര്യം ശ്രീകാന്ത് ഏട്ടനോട് ചോദിക്കും, അപ്പോൾ എന്തായാലും ഇതൊരു പ്രശ്നം അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വരുമായിരിക്കും എന്ന്. അപ്പോൾ അതേപ്പറ്റി ചോദിക്കാൻ വേണ്ടി ആയിരിക്കും ഞാൻ എന്തായാലും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ വിക്രം എന്തായാലും ഇപ്പോൾ വരണ്ട, എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നോക്കട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ വിക്രം ആണെങ്കിൽ വാഷ്റൂമിൽ നിൽക്കും, എന്നിട്ട് വേദയാണെങ്കിൽ കഥക് ഇങ്ങനെ തുറന്നു ഇങ്ങനെ നിൽക്കും. അപ്പോൾ നോക്കുമ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ എന്തോ സംസാരിക്കാനുള്ള രീതിക്ക് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടാവും, എല്ലാവരും ഉണ്ടാവും, ആ വീട്ടിലുള്ള എല്ലാവരും. അപ്പോൾ വേദയാണെങ്കിലും ചോദിക്കും, എന്താണ് ശ്രീയേട്ടന് വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ചിലതൊക്കെ അറിയാനുണ്ട് എന്ന് പറയുമ്പോൾ വേദ പറയും, ഓ, ഇനി എന്താണാവോ ശ്രീയേട്ടന് അറിയാനുള്ളത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ വേദയാണെങ്കിൽ ശ്രീകാന്തിന് ഒരു റെസ്പെക്റ്റും കൊടുക്കാത്ത രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. കാരണം അത്രയ്ക്ക് അതിന് ആവശ്യമുള്ളൂ, അത്രയ്ക്കും തെറ്റ് ചെയ്ത ഒരു ആങ്ങളയോട് ഇങ്ങനെ സ്നേഹത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന് വേദയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിലും വേദയോട് പറയുകയാണ്, നിന്നോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ വേദേ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ആക്ടിങ്ങോടുകൂടി വേദയോട് സംസാരിക്കുമ്പോൾ വേദ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ ശ്രീകാന്തിനെ നോക്കൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്നും മിണ്ടില്ല. എന്നിട്ട് ശ്രീകാന്ത് വലിയ കാര്യത്തിൽ വേദ ഒന്നും പറയില്ല എന്നുള്ള രീതിക്ക് വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാൻ അത്രയ്ക്കും സ്നേഹമുള്ളൊരു ഏട്ടനല്ലേ ഞാൻ, നിന്നോട് ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, വിക്രത്തിൻ്റെ വീട്ടുകാരോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ മോളെ എന്നിങ്ങനെ പറഞ്ഞ് ഭയങ്കര ആക്ടിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വേദയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുമായിരിക്കും ആ സമയത്ത്, ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇങ്ങനെ എൻ്റെ മുമ്പിൽ അഭിനയിക്കാൻ വന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദ പക്ഷേ ശ്രീകാന്തിനെതിരായിട്ട് സംസാരിക്കും. മതി നാടകം,
എന്തിനാണ് അച്ഛനെയും അമ്മയും ബോധിപ്പിക്കാൻ വേണ്ടി എൻ്റെ മുമ്പിൽ നാടകം കളിക്കാൻ വന്നതാണോ നിങ്ങൾ എന്നിങ്ങനെ ദേഷ്യത്തിൽ പറയൂ കേട്ടോ. അപ്പോൾ ശ്രീകാന്തിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ അച്ഛനിങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തോ അവിടെ ഒരു തെറ്റ് നടന്നിട്ടുണ്ട്, അവർ നമ്മൾ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം അച്ഛൻ അപ്പം തന്നെ ബോധ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദ പറയും, ഇനി എൻ്റെ മുമ്പിൽ ഒരു നാടകവും നടക്കില്ല, എനിക്ക് സംസാരിക്കാനുള്ളത് അച്ഛനോടും അമ്മയോടും ആണ് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും, നിനക്ക് എന്താണ് അവരോട് പറയാനുള്ളത്, ഇവിടെ തന്നെ പറ, ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ, ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞോളാം. അച്ഛ അമ്മേ, ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരിക്കലും എൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ല. ഈ നിൽക്കുന്ന ശ്രീയേട്ടൻ എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടിലേക്ക് വിക്രത്തെ ഉപേക്ഷിച്ച് വന്നത്. അല്ലാതെ എനിക്ക് വിക്രത്തോടുള്ള സ്നേഹക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ആ വീട്ടുകാരോടുള്ള വെറുപ്പ് കൊണ്ടോ ഒന്നും തന്നെയല്ല. എല്ലാത്തിനും കാരണം ഈ നിൽക്കുന്ന ശ്രീയേട്ടനാണ്. വേദ ഇങ്ങനെ ശ്രീകാന്തിനെ ചൂണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ ദീപ്തിയാണെങ്കിലും അച്ഛനും അമ്മയും വർഷയൊക്കെ ഇങ്ങനെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ വർഷ പറയണ, കൊള്ളാലോ, ഇപ്പം എല്ലാം ശ്രീയേട്ടൻ്റെ പേർക്കായോ നിൻ്റെ കുറ്റം എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ വർഷ പറയുന്നതൊന്നും വേദ വലിയ കാര്യമാക്കുന്നുണ്ടാവില്ല. എന്നിട്ട് വേദയാണെങ്കിലും പറയും, ഞാൻ എന്തായാലും ഇവിടുന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ചതായിരുന്നില്ല, പക്ഷേ ഇനി അത് മറച്ചു വയ്ക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലായി. കാരണം വിക്രത്തിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ അതും പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത്. ഈ നിൽക്കുന്ന ആങ്ങളെന്ന് പറയുന്ന ഈ സ്വത്തിന് ആർത്തിയുള്ള ഈ മനുഷ്യൻ കാരണം, ഈ വൃത്തികെട്ട മനുഷ്യൻ കാരണമാണ് ഞാനിവിടെ വന്ന് നിന്നത്. പക്ഷേ ഇവിടെ വന്ന് നിന്നതിന് ശേഷമെങ്കിലും അവർ വെറുതെ വിടുമെന്ന് കരുതി. പക്ഷേ വിക്രത്തിൻ്റെയും അതുപോലെ തന്നെ വിക്രത്തിൻ്റെ വീട്ടുകാരെയും വീണ്ടും വീണ്ടും വളരെ തെറ്റുകാരാക്കാനും അവരെ ഉപദ്രവിക്കാനും മാത്രമാണ് ഈ ശ്രീകാന്തേട്ടൻ ശ്രമിച്ചതും. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പൂച്ചയെ പോലെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എല്ലാം ചെയ്തു കൂട്ടിയത് ഈ ശ്രീയേട്ടനാണ്. എന്നിട്ട് അത് വിക്രത്തിൻ്റെ തലയിലിട്ട് വിക്രത്തെ കാലകാലം ജയിലിലാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഈ ശ്രീയേട്ടൻ മുഴുവനും ചെയ്തു കൂട്ടിയത്. എല്ലാം സ്വത്തിന് വേണ്ടി മാത്രം. എൻ്റെ പേർക്ക് മുത്തശ്ശൻ എഴുതി വെച്ച ആ ഒരു സ്വത്ത് ആർക്ക് എത്തണം എന്നുള്ള ഒരു ദുഷിച്ച ചിന്ത, സ്വത്തിന് വേണ്ടിയുള്ള ആ ചിന്തയിൽ നിന്നും ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾക്ക് ഒരു കണക്കുമില്ല. എല്ലാത്തിനും കൂട്ടുനിൽക്കാൻ ആ ചന്ദ്രശേഖരൻ അങ്കിളും എല്ലാം കൂടി ചെയ്ത് കൂട്ടിയതിനെ ഈ പാപമൊക്കെ എവിടെ കൊണ്ട് തീർക്കാനാണ് ശ്രീയേട്ട എന്ന് വിളിക്കാൻ പോലും എനിക്കിപ്പോൾ അറപ്പ് തോന്നുന്നു. കാരണം അത്രയ്ക്കും ഒരു ദുഷ്ടനായ മനുഷ്യനാണ് നിങ്ങൾ. വേദ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ വീട്ടുകാരെല്ലാവരും ഷോക്കാകുന്നുണ്ട്. ശ്രീകാന്ത് ശരിക്കും ഒന്ന് ഞെട്ടിയിട്ട് ഇങ്ങനെ ആകെ വല്ലാതെ ഒരു പരിഭ്രാന്തമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം വേദ ഇപ്പോഴൊന്നും ഇങ്ങനെയൊന്നും ഒട്ടും വിചാരിച്ച കാര്യമായിരുന്നില്ല. പക്ഷെ വേദ പറയേണ്ടതൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ വേദയാണെങ്കിലും പറയും, ആ വിക്രത്തിൽ തന്നെ എനിക്ക് കുഞ്ഞുണ്ടായിരിക്കും, അത് എൻ്റെ തീരുമാനമാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് ശ്രീകാന്തിന് ഒട്ടും സഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എടി നീ എന്ത് പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ വരും കേട്ടോ. അപ്പോൾ വേദയാണെങ്കിലും പറയും, എന്തുകൊണ്ടും നിങ്ങളെക്കാളും വളരെയധികം മാന്യനാണ് എൻ്റെ വിക്രം, ആ ഉറപ്പ് എനിക്കുണ്ട്, നിങ്ങളാണ് ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എന്നുള്ള രീതിക്ക് ശ്രീകാന്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ വേദ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പോൾ ശ്രീകാന്തിന് അത് സഹിക്കുന്നുണ്ടാവില്ല. എല്ലാവരുടെ മുമ്പിലാണല്ലോ ഇങ്ങനെ പറയുന്നത്. വേദയുടെ വാക്കുകൾ അത്രയ്ക്കും കാഠിന്യത്തോടെയായിരുന്നു വേദ പറയുകയും ചെയ്തത്. അപ്പോൾ ശ്രീകാന്ത് അവിടെയുള്ള ഒരു ഫ്ലവർ വേസ് എടുത്തിട്ട് വേദയെ ദേഷ്യം അടക്കാനാവാതെ ഉപദ്രവിക്കാനായിട്ട് ഇങ്ങനെ ഓങ്ങുന്നുണ്ടാവും. ആ സമയമായിരിക്കും വിക്രം പുറത്തേക്ക് വരുന്നത് ആ റൂമിൽ നിന്ന്. അപ്പോൾ അവിടെയുള്ള വീട്ടുകാരാണെങ്കിലും ഒന്ന് ഷോക്കാവുന്നുണ്ട് വിക്രം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ട്. ദീപ്തിക്ക് മാത്രം സത്യങ്ങൾ അറിയാമായിരുന്നു. അപ്പോൾ വിക്രം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പുറത്ത് വന്നിട്ട് ശ്രീകാന്തിനെ ആദ്യം തന്നെ ചവിട്ടി അങ്ങോട്ട് തള്ളിയിടുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് ആണെങ്കിൽ വിക്രത്തിൻ്റെ ചവിട്ടേറ്റിട്ട് അവിടെ നിലത്ത് കിടക്കും. ആ നിലത്ത് കിടക്കുന്ന വിക്രത്തിൻ്റെ ഈ നെഞ്ചിൽ തന്നെ നല്ല രീതിക്ക് നല്ലോണം ആഴത്തിൽ ചവിട്ടി മെതിക്കുന്നുണ്ട് നമ്മുടെ വിക്രം. അപ്പോൾ വേദയാണെങ്കിലും കുറേ ചവിട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും പിടിച്ചു മാറ്റി കിട്ടിക്കോട്ടെ എന്നുള്ള രീതിക്കായിരിക്കും കേട്ടോ വേദ നിൽക്കുന്നത്. മതി വിക്രം, ഇനിയൊന്നും ചെയ്യണ്ട, ബാക്കി നമുക്ക് നിയമത്തിൻ്റെ വഴിയെ പോകാം എന്നിങ്ങനെ വേദ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്തിന് ഇങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ വർഷ ഓടി വന്ന് അയ്യോ എൻ്റെ ഭർത്താവിനെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നുള്ള രീതിക്ക് ഓടി വന്നിട്ട് വർഷ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ശ്രീകാന്തിനാണെങ്കിൽ എത്ര കിട്ടിയാലും പഠിക്കുന്നില്ല. പക്ഷെ നല്ല രീതിക്ക് ചവിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ വല്ലാതെ ആയി പോകുന്നുണ്ട്. അപ്പോൾ എഴുന്നേൽക്കാൻ പോലും ബുദ്ധിമുട്ടാവുന്നുണ്ട് ശ്രീകാന്തിന്. എന്നിട്ട് പിന്നെ ശ്രീകാന്ത് പറയും, കണ്ട അച്ഛാ, അവളുടെ ധൈര്യം കണ്ടോ, ആ ഗുണ്ട ഈ വീട്ടിനുള്ളിൽ താമസിപ്പിക്കാൻ അവൾക്ക് ഇത്രമാത്രം ധൈര്യം എവിടുന്ന് കിട്ടിയ അച്ഛാ, അതെല്ലാം ഈ ഗുണ്ടയുടെ കൂടെ ചേർന്നിട്ടല്ലേ അവളിങ്ങനെ ആയത് എന്നുള്ള രീതിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ
ശങ്കരനാരായണൻ വേദയെ നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കും, എന്താ മോൾ ഇതൊക്കെ കേൾക്കുന്നത്? ഇനി ഒരു കുറ്റവാളിയായ ഒരാളെ ഞാൻ താമസിപ്പിച്ചു എന്നതിനും കൂടി ഞാനിനി ആ ഒരു പേരും കൂടി കേൾക്കേണ്ടി വരുമോ മോളെ? എന്താ ഇതൊക്കെ കാണുന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് വേദയാണെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ പോകുന്ന സമയത്ത് വിക്രം പറയും, ഒന്നും വേദയുടെ തെറ്റല്ല, വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, സാറ് ക്ഷമിക്കണം. ഈ സമയം വേദ വീണ്ടും ഇടയിൽ കയറി പറയും, അച്ഛാ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിക്രത്തെ രക്ഷിച്ചതും. എൻ്റെ വിക്രം അങ്ങനെയൊന്നും ചെയ്യില്ല. വരുണിന് അത്രയ്ക്കും സ്നേഹമായിരുന്നു വിക്രത്തിന്. സ്വന്തം അനിയൻ്റെ സ്ഥാനമായിരുന്നു വരുണിന് വിക്രം കൊടുത്തിരുന്നത്. അതുമാത്രമല്ല ഇന്നേ വരെ ഒരു മനുഷ്യനെയും തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനെയും തന്നെ വിക്രം അനാവശ്യമായിട്ട് ആരെയും ഉപദ്രവിക്കാൻ ചെന്നിട്ടുമില്ല. വിക്രം അങ്ങനെ തെറ്റ് ചെയ്യും എന്ന് എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. വിക്രം തെറ്റുകാരനാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ വേദ പറയുന്നുണ്ട്. അപ്പോൾ ശങ്കരനാരായണനാണെങ്കിലും പറയും, എന്നാലും നീ ഇതൊക്കെ എന്തിനാണ് മോളെ മറച്ചു വെച്ചത്, നീ എന്തിനാണ് അവിടെ നിന്ന് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ ഇത്രയ്ക്കും എത്തില്ലായിരുന്നല്ലോ എന്നുള്ള രീതിക്ക് പറയുമ്പോൾ വേദ പറയും, എൻ്റെ കയ്യിൽ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അച്ഛാ ഇപ്പോഴും ഞാൻ തെളിവുകളില്ലാതെ തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്, പക്ഷേ അച്ഛനത് വിശ്വാസമായി എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം എന്നുള്ള രീതിക്ക് പറയും. എന്നിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തയ്യാറാകും കേട്ടോ, കാരണം ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ഇങ്ങനെ പടഞ്ഞിങ്ങനെ എങ്ങനെയൊക്കെ എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ട് വീണ്ടും വിക്രത്തിൻ്റെ നേർക്ക് എതിർക്കാനായിട്ട്. അപ്പോൾ ശ്രീകാന്തിനാണെങ്കിൽ നല്ല ചവിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ആകെ തകർന്നു പോകുന്നുണ്ട്. ഒന്ന് എഴുന്നേറ്റ് വിക്രത്തിനെ പിടിച്ചു നിർത്താനോ ഒന്ന് തിരിച്ചു കൊടുക്കാനോ ഒന്നും തന്നെ ആരോഗ്യം ഉണ്ടാവില്ല ശ്രീകാന്തിന്. ശേഷം വേദ പറയും, വിക്രം ഇന്ന് രാത്രി പോകാൻ നിന്നതായിരുന്നു, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലാനായിരുന്നു തീരുമാനിച്ചത്. ഇനി ഏതായാലും ഞാൻ ഈ നിമിഷം തന്നെ വിക്രത്തിൻ്റെ കൂടെ ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. എനിക്ക് വിക്രത്തെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് സാധിക്കില്ല അച്ഛാ, ഞാനൊരു ഭാര്യയാണ്, എൻ്റെ ഭർത്താവിനെ കാത്തു രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. വേദ ഇങ്ങനെ പറയുന്ന സമയത്ത് വേദയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട്. ശേഷം ശങ്കരനാരായണനോട് വിക്രം പറയുകയാണ്, ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ്, എല്ലാത്തിനും ക്ഷമിക്കണം സാറേ, വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങളിനി ഇങ്ങോട്ട് വരുള്ളൂ, ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് എന്നിങ്ങനെ സൂചന കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് വേദയുടെ കൈകൾ വിക്രം പിടിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. ശ്രീകാന്തിനാണെങ്കിൽ പോലീസിനെ വിളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ വേദയും വിക്രവും ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. എന്നിട്ട് അവർ ദൂരെ ഒരു എസ്റ്റേറ്റിലേക്കായിരിക്കും പോകുന്നത്, ആരും വരാത്തൊരു സ്ഥലത്തേക്ക്. അപ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.